ഹായ് ഓൾ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ എന്ന് ചോദിച്ചു. അത് കേൾക്കേണ്ട താമസം ഞാനും പിള്ളേരും ചാടി ഇറങ്ങി. എങ്ങോട്ടേക്കാണ് എന്താണെന്നൊന്നും ചോദിക്കാതെ തന്നെ ചാടി ഇറങ്ങി നേരെ ബൈപ്പാസിലേക്ക് വിട്ടു, ലുലുവിൻ്റെ അടുത്തേക്ക്. ലക്ഷ്യബോധം ഇല്ലാതെയാണ് പോയതെങ്കിലും പോണ വഴിക്ക് ഞങ്ങൾക്ക് ലക്ഷ്യമെല്ലാം ഉണ്ടായി. പോണ വഴി ഫുൾ ഞാൻ ക്യാമറയിൽ നമ്മളെ വർക്കേഴ്സിനെ നോക്കിയാണ് ഇരുന്നത്. കാരണം ബ്രൈഡൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്നെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അവർക്കാണെങ്കിൽ ഫുൾ ഡൗട്ട്സാണ്. ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര സംശയമാണ് അവർക്ക്. അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ലക്ഷ്യബോധം ഇല്ലാത്ത പോക്ക് ഞങ്ങൾ ലാസ്റ്റ് വിചാരിച്ച് ബാർബിക്യൂ സ്പേസിൽ പോയി ബാർബിക്യൂ കഴിക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടനെ സോപ്പിട്ട് ലസ്സി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ജ്യൂസിലോട്ട് പോകാമെന്നും പറഞ്ഞു. കാരണം ഞാൻ അന്ന് വീഡിയോയിൽ മുമ്പും കാണിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ജ്യൂസിലെ ലസ്സിയെ പറ്റി. ഞാൻ പൊതുവേ ഒരു ലസ്സി ലവറാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് സാധാരണ എൻ്റെ ആഗ്രഹം അങ്ങ് തീർക്കുന്നത്. ഗുലാബ് ജാമുൻ ലസ്സിട്ട് 4 പ്രാവശ്യം പോയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അനിയനെല്ലാം പറഞ്ഞ് എൻ്റെ അടുത്ത് കൊതിപ്പിച്ചിട്ടുണ്ട് അടിപൊളിയാണെന്ന്. പക്ഷേ 4 പ്രാവശ്യം പോയിട്ടും കിട്ടിയില്ല. ഇത്തവണയും ഞാൻ കിട്ടുമെന്നുള്ള ഹോപ്പിൽ പോയെങ്കിലും കിട്ടിയിട്ടില്ല. പിന്നെ ചെന്നതല്ലേന്ന് വെച്ചിട്ട് ഏതാ നല്ലതെന്ന് വെച്ചപ്പോൾ കുനാഫ ലസ്സി നല്ലതാണെന്ന് പറഞ്ഞ് എനിക്കതും, ചേട്ടന് നോർമൽ സ്വീറ്റ് ലസ്സിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ജാനി എന്തായാലും ബാർബിക്യൂ സ്പേസ് പോയാലും ബാർബിക്യൂ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അവൾക്ക് ലോഡഡ് ഫ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദില്ലു വേറെ ഒന്നും വേണ്ട അമ്മയെന്നും പറഞ്ഞായിരുന്നു. പിന്നെ ജാനി ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. അവൾക്കൊരു സംഭവം വേണം, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ബർത്ത്ഡേ ഒക്ടോബറിലാണ്. അതിനുവേണ്ടി അവൾ ഇപ്പോഴേ എന്നെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളതാണ്. ഭയങ്കര സ്നേഹപ്രകടനം, കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾ. ലോഡഡ് ഫ്രൈസ് കൊണ്ടുവച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. വേണ്ടാന്ന് പറഞ്ഞാൽ ദില്ലുവും ജാനിയും കൂടെ ആ സമയത്ത് അതിന് വേണ്ടി അടിയായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുള്ള കഴിപ്പായിരുന്നു. ലാസ്റ്റ് അടി കൊണ്ടുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്തേക്ക് ചേട്ടൻ്റെ ലസ്സി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കാര്യമായിട്ട് ലസ്സി ഫാനൊന്നും അല്ല. പക്ഷേ കഴിച്ചതിന് ചേട്ടൻ പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം നമ്മൾ നോർമൽ ലസ്സി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ അവർ നല്ല തിക്ക് ക്രീമി ആയിട്ടുള്ള യോഗട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ വരുന്ന കസ്റ്റമേഴ്സും കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. ബൈപ്പാസ് സൈഡിലൊക്കെ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും വരുന്നത്. വേറെ ഷോപ്പിലൊന്നും എനിക്ക് തോന്നുന്നു ലസ്സി മാത്രമായിട്ട് അത്രയും കോമൺ ആയിട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ നമ്മുടെ നാട്ടിലേക്ക്. അപ്പോഴേക്കും എൻ്റെ ലസ്സി വന്നിട്ടുണ്ടായിരുന്നു, കുനാഫ ലസ്സി. അതും സൂപ്പറായിരുന്നു. ഇത് കഴിക്കാത്ത തൈര് കഴിക്കാത്ത ജാനി വരെ കഴിച്ചിട്ട് പറഞ്ഞ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനും ട്രൈ ചെയ്തു. അത് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് മറ്റേ സേമിയ പോലെ ക്രഞ്ചി ആയിട്ട് കിട്ടും. അത് ഇടയ്ക്ക് ബൈറ്റ് ചെയ്യാനും കിട്ടും. പിന്നെ അതുപോലെ ലസ്സി, നോർമൽ ലസ്സിയുടെ ഒരു ടേസ്റ്റും വരും. പിന്നെ പിസ്താസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത ലക്ഷ്യം ബാർബിക്യൂ സ്പേസ്. രണ്ടും തമ്മിൽ അധികം ദൂരമില്ല. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജംഗ്ഷനിൽ ബാർബിക്യൂ സ്പേസാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വീക്ക് ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് വലിയ തിരക്കൊന്നും കാണത്തില്ല എന്നാണെങ്കിലും അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മെനു നോക്കുമ്പോൾ പല ടൈപ്പ് അൽഫാമും ബാർബിക്യൂ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് വിശപ്പില്ലായിരുന്നു. അപ്പുറത്തുനിന്ന് കഴിച്ചപ്പോൾ എൻ്റെ വിശപ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ചേട്ടൻ ശരിയാക്കും. അത് കാരണം ചേട്ടൻ്റെ ഇഷ്ടത്തിന് ഒരെണ്ണം ഓർഡർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദില്ലുവിന് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 വെറൈറ്റീസിൽ അൽഫാം ഓർഡർ ചെയ്തു. ഒരു കൂട്ടത്തിൽ ഏറ്റവും നല്ലത് എൻ്റെതായിരുന്നു. കാരണം അതിൽ ചെറിയൊരു സ്വീറ്റ് ഫ്ലേവറും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെതായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ പോയത് കാര്യവട്ടം ക്യാമ്പസിലാണ്. എൻ്റെ അനിയൻ അവിടെയാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വെച്ച് വിട്ടു. അവിടെ നൈറ്റും അതുപോലെ തന്നെ സ്റ്റുഡൻസ് എല്ലാം കാണുമല്ലോ. അവൻ ഫുൾ ടൈം അവിടെ തന്നെ കാണും. അപ്പോൾ അവൻ്റെ നിന്ന് മേടിക്കാനായിട്ട് നേരെ അവിടെ ചെന്ന് അവൻ്റെ നിന്നെല്ലാം മേടിച്ച് അപ്പോഴേക്കും മക്കൾ 2 ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.